നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു മാസം മുൻപ് നടന്ന വിമാനാപകടം സംബന്ധിച്ച വിവാദം വീണ്ടും തീവ്രമാകുന്നു. ലോകമാകെ അറിയപ്പെടുന്ന മാധ്യമം വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപകടത്തിന് കാരണമായത് പ്ലെയിനിന്റെ ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ക്യാപ്റ്റൻ തന്നെയാണ് ഓഫ് ചെയ്തത് എന്നതിന് ശക്തമായ സൂചനകളുണ്ട് എന്നാണ്. ബ്ലാക്ക് ബോക്സ് റെക്കോർഡിലുണ്ടായ പൈലറ്റുമാരുടെ സംഭാഷണമാണ് ഇത്തരമൊരു കണ്ടുപിടുത്തത്തിന് കാരണമാകുന്നത്. സ്വിച്ച് എന്തുകൊണ്ടാണ് ഓഫ് ചെയ്തതെന്ന് സഹ പൈലറ്റ് ചോദിച്ചപ്പോഴും ക്യാപ്റ്റൻ അതിനെക്കുറിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. മറിച്ച് അപൂർവമായ ശാന്തതയാണ് കാത്തു സൂക്ഷിച്ചത്. ഇന്ത്യൻ വിമാനയാത്രാ സുരക്ഷയുടെ അടിത്തറകളിൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഗുരുതര റിപ്പോർട്ടാണിത്. വിമാന അപകടത്തിൽ ക്യാപ്റ്റനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. 2 എഞ്ചിനിലേക്കുമുള്ള ഇന്ധന ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് ക്യാപ്റ്റനാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ബ്ലാക്ക് ബോക്സ് റെക്കോർഡിൽ നിന്നുള്ള 2 പൈലറ്റുമാരുടെയും സംഭാഷണത്തെ ചൂണ്ടിയാണ് വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ട്. ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഉദ്ധരിച്ചാണ് ഈ വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ സഹ പൈലറ്റ് എന്തുകൊണ്ടാണ് റൺവേയിൽ നിന്ന് വിമാനമുയർത്തുന്നതിന് പിന്നാലെ സ്വിച്ചുകൾ കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറ്റിയതെന്ന് കൂടുതൽ പരിചയസമ്പന്നരായ ക്യാപ്റ്റനോട് ചോദിച്ചു. പിന്നാലെ സഹ പൈലറ്റ് ആശ്ചര്യം പ്രകടിപ്പിക്കുകയും പിന്നീട് പരിഭ്രാന്തനാവുകയും ചെയ്തു. അപ്പോഴും ക്യാപ്റ്റൻ ശാന്തനായി തുടരുകയായിരുന്നു എന്നാണ് ഈ സംഭാഷണത്തിലെ വിവരങ്ങൾ വെച്ച് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അപകടത്തിന്റെ കാരണം ഇന്ധന സ്വിച്ചുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിലും ഏത് പൈലറ്റാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായിരുന്നില്ലെന്നാണ് വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. ഒരു പൈലറ്റ് എന്തിനാണ് സ്വിച്ച് മാറ്റിയതെന്ന് ചോദിച്ചുവെന്നും മറ്റൊരാൾ അത് നിഷേധിച്ചുവെന്നുമാണ് AAIBയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നതെന്ന് വാൾ സ്ട്രീറ്റിൽ പറയുന്നുണ്ട്. അമേരിക്കൻ പൈലറ്റുകളെയും അപകടം അന്വേഷിക്കുന്ന സുരക്ഷാ വിദഗ്ധരെയും സൂചിപ്പിച്ചുകൊണ്ട് അത് ക്യാപ്റ്റൻ ആയിരിക്കുമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. റിപ്പോർട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്തത് മനഃപൂർവ്വമാണോ അതോ ആകസ്മികമാണോ എന്ന് പറഞ്ഞിരുന്നില്ല. അപകടത്തിലേക്ക് നയിച്ച കാരണമോ ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയത് എന്തിനാണോ എന്ന വിവരമോ ഇന്ത്യൻ അധികാരികളെ പ്രാഥമിക റിപ്പോർട്ടിലില്ല. വിമാനത്തിന്റെ ഡിസൈൻ പിഴവുകൾ, തകരാറുകൾ, അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞില്ല. മാത്രമല്ല, മനഃശാസ്ത്ര വിദഗ്ധരുടെ ആവശ്യം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വാൾ സ്ട്രീറ്റിൽ പറയുന്നതനുസരിച്ച് ഈ പൈലറ്റുമാരെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രതികരണം ചോദിച്ചപ്പോൾ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലെയും AAIBയിലെയും ഒരു പ്രസ് ഓഫീസർ ഇത് ഏകപക്ഷീയമാണെന്ന് പറയുകയും അഭിപ്രായം പറയാൻ വിസമ്മതിക്കുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട്. അപൂർവമായ തെളിവുകളും വിശകലനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം വ്യോമയാന ദുരന്തങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഒരിക്കലും പൂർണ്ണമാകില്ലെന്നും ചില സന്ദർഭങ്ങളിൽ അന്താരാഷ്ട്ര അപകടങ്ങളിലെ അന്വേഷണങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ അന്തിമ വിലയിരുത്തലിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നും വാൾ സ്ട്രീറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപകടത്തിന് ശേഷം ബോയിങ് എഞ്ചിൻ നിർമ്മാതാക്കളായ GE എയ്റോസ്പേസ്, ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നിവർ 787 ഓപ്പറേറ്റർമാർക്ക് സുരക്ഷാ ബുള്ളറ്റിനുകളോ നിർദ്ദേശങ്ങളോ നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ 1 സെക്കൻഡ് വ്യത്യാസത്തിൽ തുടർച്ചയായി ഫ്ലിപ്പ് ചെയ്തത് മനഃപൂർവ്വമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുവെന്നാണ് 1999 ഈജിപ്ത് എയർ ഫ്ലൈറ്റ് 990 തകർന്നതിനെക്കുറിച്ചുള്ള അമേരിക്കൻ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച മുൻ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ബോർഡ് ഉദ്യോഗസ്ഥനായ ബെൻ ബെർമാനെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൈലറ്റുമാരുടെ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ നിരവധി വിവാദങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തുവന്നത്. ഏറ്റവും ഒടുവിലായി ഉയർന്നത് ഈ 56 വയസ്സുള്ള ക്യാപ്റ്റൻ സുമീത് സബർവാളിന് വിഷാദ രോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ്. വിരമിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപകടം നടന്നത്. പൈലറ്റിന്റെ മെഡിക്കൽ രേഖകൾ എയർ ഇന്ത്യ ക്രാഷ് ഇൻവെസ്റ്റിഗേറ്റർമാർ പരിശോധിച്ചു വരികയാണ്. 2022 അമ്മയുടെ മരണശേഷം വൃദ്ധനായ പിതാവിനെ പരിപാലിക്കുന്നതിനായി എയർലൈൻ വിടുന്നതിനെക്കുറിച്ചൊക്കെ സുമിത് ആലോചിച്ചിരുന്നു എന്നാണ് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 15,000-ലധികം മണിക്കൂറുകൾ പറക്കൽ അനുഭവ പരിചയമുള്ള പൈലറ്റ് അവസാനമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-നാണ് ക്ലാസ് 1 മെഡിക്കൽ പരീക്ഷ എഴുതിയത്. അദ്ദേഹത്തിന്റെ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുകയാണ്. അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ വിമാനത്തിലെ സാങ്കേതിക തകരാറിനേക്കാൾ പൈലറ്റുമാരുടെ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തം പൈലറ്റുമാരിൽ ചാരി അന്വേഷണം അവസാനിപ്പിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പൈലറ്റുമാരുടെ സംഘടനകൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. വിമാനത്തിന്റെ സാങ്കേതിക തകരാറിനെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ടു പോകുന്നില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ US മാധ്യമങ്ങൾക്ക് ചോർന്നത് എങ്ങനെയാണെന്നും സംഘടനകൾ ചോദിച്ചിരുന്നു.
യുഎസിലെ ബോയിങ് കമ്പനിയെയും എയർ ഇന്ത്യയെയും രക്ഷിക്കുവാനുള്ള നീക്കമാണോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ച സംഘടനകൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം മുഴുവനായി പുറത്തുവിടാത്തത് ദുരൂഹമാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. എഞ്ചിനുകൾക്കോ ബോയിങ് സിസ്റ്റത്തിനോ പ്രാഥമിക പരിശോധനയിൽ തകരാറില്ലെന്ന കണ്ടെത്തലിനെ സംഘടനകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതിനെപ്പറ്റി റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് പ്രസിഡന്റ് ചരൺവീർ സിംഗ് രൺധാവ പറഞ്ഞത്. ഇലക്ട്രിക്കൽ സോഫ്റ്റ്വെയർ തകരാർ കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുക. ബോയിങ് 737 ശ്രേണിയിലെ വിമാനങ്ങളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് ഫീച്ചറിന്റെ അപാകത സംബന്ധിച്ച് 2018 യുഎസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനത്തിനും സമാന സ്വിച്ച് സംവിധാനമാണുള്ളത്. സഹ പൈലറ്റ് ക്ലീവ് കുൻഡേറാണ് വിമാനം പറത്തിയതെന്ന് മനസ്സിലാവുന്നുണ്ട്. മുഖ്യ പൈലറ്റ് സുമീത് സബർവാളിന് മേൽനോട്ടവും. അവർ സ്വിച്ചുകളിൽ തൊട്ടോ എന്നതിൽ റിപ്പോർട്ടിൽ മിണ്ടാട്ടമില്ല. അഥവാ തൊട്ടു എങ്കിൽ തന്നെ കട്ട് ഓഫിൽ നിന്ന് റൺ പൊസിഷനിലേക്ക് മാറ്റാനായിരിക്കും. തനിക്ക് വിഷാദ രോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളുമുണ്ടെന്ന് നിരവധി എയർ ഇന്ത്യ പൈലറ്റുകൾ തന്നോട് പറഞ്ഞതായി ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന സുരക്ഷാ വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ദി ടെലഗ്രാഫിനോട് വെളിപ്പെടുത്തിയിരുന്നു. സുമിത് കഴിഞ്ഞ 3-4 വർഷമായി അദ്ദേഹം വിമാന സർവീസുകളിൽ നിന്നൊക്കെ അവധിയെടുത്തിരുന്നു. അതിനായി അദ്ദേഹം മെഡിക്കൽ അവധിയാണ് എടുത്തിരുന്നത്. അമ്മയുടെ മരണത്തെ തുടർന്ന് ക്യാപ്റ്റൻ സബർവാൾ വിയോഗാനന്തര അവധിയും എടുത്തിരുന്നു. അമ്മയുടെ മരണശേഷം പിതാവിനെ പരിചരിക്കുന്നതിനായി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് താമസം മാറുകയായിരുന്നു. കുടുംബത്തിനായി പൂർണ്ണമായും സ്വയം സമർപ്പിക്കുന്നതിനായി എയർലൈൻ ജോലി പൂർണ്ണമായും ഉപേക്ഷിക്കാനാണ് അദ്ദേഹം ആലോചിച്ചിരുന്നത്. മുംബൈയിലെ പവായിലെ അയൽക്കാർ അദ്ദേഹത്തെ ഓർമ്മിച്ചത് ശാന്തനായ ഒരു മനുഷ്യനായിട്ടാണ്. വൈകുന്നേര നടത്തത്തിൽ അച്ഛനെ കൂടെ കൊണ്ടുപോകുന്നത് പലപ്പോഴും കാണാമായിരുന്നു. സ്നേഹനിധിയായ ഒരു മകനായിരുന്നു അദ്ദേഹമെന്നും ഒരു അയൽവാസി പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 പൈലറ്റുമാരും ഒരു പൈലറ്റിന്റെ മാനസിക ശാരീരിക ശേഷി വിലയിരുത്തുന്ന ക്ലാസ് 1 മെഡിക്കൽ പരീക്ഷ പാസ്സായിരുന്നു. വ്യോമയാന രംഗത്ത് തന്നെ ഉള്ള കുടുംബത്തിൽ നിന്നാണ് 28-കാരനായ ഫസ്റ്റ് ഓഫീസർ കുന്ദർ വന്നത്. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഫ്ലൈറ്റ് ക്രൂ അംഗമായിരുന്നു. കോക്പിറ്റിലേക്ക് മാറുന്നതിന് മുൻപ് മുംബൈയിലെ മുംബൈ ഫ്ലൈയിങ് ക്ലബിൽ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് കോഴ്സിലൂടെയാണ് അദ്ദേഹം തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. കുടുംബം ബോറിവാലിയിലേക്ക് താമസം മാറുന്നതിന് മുമ്പ് കലിനയിലെ എയർ ഇന്ത്യയുടെ കോളനിയിൽ വളർന്ന അദ്ദേഹം തന്റെ കരിയറിന്റെ തുടക്കത്തിൽ 1100 മണിക്കൂർ പറക്കൽ നടത്തിയിരുന്നു. പൈലറ്റുമാർ വിമാനത്തെ അപകടത്തിലാക്കി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന അഭ്യൂഹങ്ങളെ ഇന്ത്യൻ കൊമേഴ്സ് പൈലറ്റ് അസോസിയേഷൻ തള്ളിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആശങ്കയും രേഖപ്പെടുത്തിയിരുന്നു. ബോയിങ് 787 വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ചുകളിലെ ലോക്കിംഗ് സംവിധാനത്തിന് സാങ്കേതിക തകരാറുകളില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് എയർ ഇന്ത്യ. രാജ്യത്തെ ബോയിങ് 787 വിമാനങ്ങളിൽ നടത്തിയ പരിശോധനാ ഫലമാണ് എയർ ഇന്ത്യ ബുധനാഴ്ച പുറത്തുവിട്ടിരുന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെ ബോയിങ് വിമാനങ്ങളിലെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ പരിശോധിക്കുവാൻ രാജ്യത്തെ വിമാന കമ്പനികളോട് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ ഉത്തരവിട്ടിരുന്നു. എല്ലാ ബോയിങ് 787-8 വിമാനങ്ങളിലും ബോയിങ് മെയിൻ്റനൻസ് ഷെഡ്യൂളിന്റെ ഭാഗമായി ത്രോട്ടിൽ കൺട്രോൾ മൊഡ്യൂൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഈ മൊഡ്യൂളിന്റെ ഭാഗമാണ്. പൈലറ്റുമാർ ജാഗരൂകരായിരിക്കണമെന്നും എന്തെങ്കിലും സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.